നമ്മൾ സാധാരണക്കാരെ കയറ്റെന്ന് പറഞ്ഞിട്ട് ഇതിനകത്ത് വന്ന ആൾക്കാരൊന്നും അങ്ങനെ സാധാരണക്കാരല്ല, എല്ലാരും പ്രൊഫഷണൽ ആയിട്ടുള്ള. സാധാരണ എന്ന് പറഞ്ഞ ഡെഫിനിഷനെ നമ്മൾ എങ്ങനെയാണ് ആ ഒരു ചോദ്യം ചോദിക്കുന്നവൻ നമ്പർ 1 മൊയന്താണ് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഇവൻ സാധാരണക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ വിചാരിക്കുന്നത് എന്താ പറയുക, ലോ ക്ലാസ് ഫാമിലി എന്ന രീതിയിലൊക്കെയാണ്. എൻ്റെ പൊന്നു സുഹൃത്തെ, ഈ സാധനക്കാർ എന്നുകൊണ്ട് ഈ ഒരു പ്രൊഫൈലൊക്കെ ഉദ്ദേശിക്കുന്നത് അത്ര പോപ്പുലർ അല്ലാത്ത ആളുകൾ എന്നുള്ളതാണ്. മനസ്സിലല്ലേ? പോപ്പുലർ അല്ലാത്ത ആളുകൾ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇവൻ വിചാരിക്കുന്നത് നമ്മുടെ ജാതീയമായിട്ട് താഴേക്കിടയിൽ എന്ന് പറയപ്പെടുന്ന, സാമ്പത്തികമായിട്ട് താഴേക്കിടയിൽ എന്ന് പറയപ്പെടുന്ന ആളുകളെയാണെന്നുള്ളതാണ്. എന്തായാലും രഞ്ജിനി ഹരിദാസിന്റെ ഉത്തരത്തിലേക്കാണ്. പക്ഷേ ഇവിടെ രഞ്ജിനി ഹരിദാസിന്റെ ചില വർത്തമാനങ്ങളുണ്ട്. ഇറ്റ്സ് ടു ബാഡ്. നമ്മുടെ ബിഗ് ബോസുമായി ബന്ധപ്പെട്ടിട്ടാണ്. കമന്റ് അടിച്ചിട്ടുണ്ട്. ഇപ്പൊ ഒരു കൂലിപ്പണിക്കാരനായ ഓട്ടോ ഡ്രൈവർ അല്ലെങ്കിൽ കുടുംബശ്രീയിലെ ചേച്ചിമാര്. കണ്ടില്ലേ? അപ്പൊ നേഴ്സ് സാധനക്കാരാണ്, കാർപ്പൻറ്റർ സാധനക്കാരാണ്. അപ്പൊ രഞ്ജിനി ഹരിദാസിന് അതിനെപ്പറ്റി വലിയ ധാരണയൊന്നുമില്ല. സാധാരണക്കാരെന്ന് പറയുന്നത് പോപ്പുലർ അല്ലാത്ത ആളുകൾ അല്ലേ? പക്ഷെ ഇവരിവിടെ സാധാരണക്കാരെന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, രഞ്ജിനൊക്കെ ഉദ്ദേശിക്കുന്നത് കാർപ്പൻട്രി പണി ചെയ്യുന്നവൻ സാധാരണക്കാരനാണ്, നഴ്സ് സാധാരണക്കാരനാണ്. ഓ, എന്ത് തരം ചിന്താഗതികളാണ് ഇവർക്കൊക്കെ ഉള്ളത് എന്നുള്ളതാണ് അല്ലേ? എന്തൊരു ഡെഫിനിഷനാന്ന് ആലോചിച്ച് നോക്കി. ഇവരൊക്കെ കേൾക്കൂ. ഏതൊരു കുട്ടി നേഴ്സാണ്, അങ്ങനെ കുറെ ആൾക്കാരുണ്ട്. പിന്നെ വേറൊരു കാര്യം കൂടെ നമ്മൾ ആലോചിക്കണം. എന്റെ മനസ്സിൽ നിന്ന് തോന്നിയതാണ്. ഞങ്ങൾ സെലക്ട് ചെയ്ത ആൾക്കാരൊന്നും അല്ല, ടീം സെലക്ട് ചെയ്ത ആൾക്കാരാണ്. ഞങ്ങൾക്ക് 40 ആൾക്കാരെ എത്തിച്ചു തന്നേ ഉള്ളൂ. ഈ വളരെ താഴെ കിടക്കുന്ന വളരെ സാധാരണക്കാരെ നമ്മൾ വിചാരിക്കുന്ന ആൾക്കാർ, അവർ ജോലി ചെയ്തില്ലെങ്കിൽ അവർക്ക് കുടുംബം നടത്താൻ പറ്റില്ല. അവർക്ക് ഇങ്ങനെ ഒരു മാസം നിൽക്കാൻ പറ്റുമോ? പറ്റുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ബിക്കോസ് അവരൊരു എന്ന് പറഞ്ഞാൽ ഇവർക്ക് അറ്റ്ലീസ്റ്റ് ഇവർ കാശ് ഉണ്ടാക്കി ഇത് എന്റർടൈൻമെന്റ്, ഒരു സിനിമ കാണണം എന്ന് പറഞ്ഞത് അതൊരു ലക്ഷറിയല്ലേ. നമ്മൾ കാശ് ഉണ്ടെങ്കിലല്ലേ കാണാൻ പറ്റൂ. അപ്പൊ നമ്മൾ ആദ്യം അതായത് സാധാരണക്കാരെന്ന് പറയപ്പെടുന്ന, അതായത് ഏറ്റവും സാമ്പത്തികമായിട്ട് താഴെ നിൽക്കുന്ന നല്ല ടാലന്റ് ഉള്ള ആളുകളൊക്കെ അവരിലുണ്ട്. പോപ്പുലർ അല്ലാത്ത ഒരുപാട് ആളുകൾ നമ്മൾക്ക് ചുറ്റുമുണ്ട്. സർവ്വസാധാരണക്കാരാണ് ഈ രഞ്ജിനി പറയുന്നത് വെച്ച് നോക്കുമ്പോൾ. ദിവസവും ജോലിക്ക് പോകുന്ന ആൾക്കാർ, ഹൈലി ടാലന്റഡ് ആയിട്ടുള്ള ആളുകളുണ്ട്. അവർക്കൊന്നും തീർച്ചയായിട്ടും ഈ പറയുന്ന ബിഗ് ബോസ് എന്ന് പറയുന്ന അതിലേക്ക് എൻട്രി ചെയ്യാനേ സാധിക്കില്ല. ഇതാണ് ഇതോട് കൂടിയിട്ട് രഞ്ജിനി ഹരിദാസ് പറഞ്ഞു കഴിഞ്ഞത്. ആ ഒരു പ്രദേശത്തേക്ക് അവരാരും കയറാനേ നോക്കണ്ട, അത് സാധിക്കില്ല എന്നുള്ളതാണ്. കാരണം ഇവിടെ ഒരു 30 ദിവസം നിൽക്കണം. അപ്പോൾ അതിനുള്ള ബാക്കിംഗ് അവർക്ക് അവരുടെ കുടുംബത്തുണ്ടായിരിക്കണം. അതല്ലാത്തവർക്കൊന്നും വരാൻ കഴിയില്ല. പിന്നെ എന്തിനാണ് ഈ സാധാരണക്കാർ, കോമണർ എന്ന പേരിൽ ഒരുവനെ കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് അല്ലേ? അങ്ങനെ ഉണ്ടല്ലോ, കോമണർ എന്ന പേരിൽ ഒരാളെ എന്തിനാണ് കൊണ്ടുവരുന്നത്? പോപ്പുലർ അല്ലാത്ത ആളുകളെ. അപ്പോൾ ആരാണ് ഈ പോപ്പുലർ അല്ലാത്ത ആളുകൾ? എന്തായാലും സംഗതി അവിടെ കിടക്കട്ടെ. നിങ്ങൾക്ക് ചെറിയ ഉത്തരങ്ങളൊക്കെ എത്തിയിട്ടുണ്ടായിരിക്കും. രണ്ടാമത്തെ എനിക്ക് വളരെയധികം പ്രതിഷേധം തോന്നിയ ഒരു സംഗതി ഇങ്ങനെയാണ്. ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ? അതില് ഒരു പൂജ എന്ന് പറഞ്ഞ കൊച്ചിനെ ഭയങ്കരമായിട്ട് ചേച്ചി യെസ്, പൂജ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ ഭീകരമായിട്ട് ഷൗട്ട് ചെയ്ത് പുറത്താക്കുന്നുണ്ട്. ആ പെൺകുട്ടി അത് ഡിസേർവ് ചെയ്യുന്നു. എന്ത് ഡിസേർവ് ചെയ്യുന്നു? ഇതൊരു ഗെയിമാണ് സുഹൃത്തെ. ആ ഗെയിമിലേക്ക് അതുവരെ പരിചയമില്ലാത്ത കുറെ ആളുകൾക്കിടയിൽ നിൽക്കുമ്പോൾ നമുക്ക് നമ്മുടെ ശരിയായ പെർഫോമൻസും സ്ട്രെസ്സും മറ്റു പല കാരണങ്ങൾ കൊണ്ട് ചിലപ്പോൾ അവിടെ പുറത്ത് വന്നെന്ന് വരില്ല. അപ്പോൾ കുറച്ച് മണിക്കൂറുകൾ കൊണ്ട് മാത്രം തന്നെ ഒരാളെ എങ്ങനെയാണ് രഞ്ജിനി ഹരിദാസ് അടക്കമുള്ള ആളുകൾക്ക് ഇങ്ങനെ റീഡ് ചെയ്യാൻ സാധിക്കുന്നത്? ആ പെൺകുട്ടി തീരെ ശരിയല്ല. അവരുടെ ടെമ്പറമെൻറ്റ് ശരിയല്ല, അവരുടെ ക്യാരക്ടർ ശരിയല്ല. അവരത് ഡിസേർവ് ചെയ്യുന്നുണ്ട്. അവരത് ഡിസേർവ് ചെയ്യുന്നുണ്ടെന്ന് എങ്ങനെയാണ് രഞ്ജിനി ഹരിദാസ് അടക്കമുള്ള ആളുകൾക്ക് പറയാൻ കഴിയുന്നത്? കേൾക്കൂ. ആ കൊച്ചു അവിടെ നന്നായിട്ട് ഷൗട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ഇതൊരു ഷോ അല്ലേ? പൂജയ്ക്കും എന്നോടും എനിക്ക് പൂജയോടും പേഴ്സണൽ ആയിട്ടൊന്നും ഇല്ലല്ലോ. പൂജ അവിടെ വന്നു, പൂജയുടെ ബെസ്റ്റ് പൂജ ചെയ്തു. അത് ചില കാര്യങ്ങൾ നമുക്ക് ആസ് ജഡ്ജസ് അത് കറക്റ്റ് ആണെന്ന് തോന്നിയില്ല. പൂജ റിയാക്ട് ചെയ്യുന്ന ഒരാളാണ്, പൂജയുടെ സ്ട്രാറ്റജിയാണ്, പൂജ അത് ചെയ്തു. പക്ഷെ ശരി, പൂജ അത് ചെയ്തു, ജഡ്ജസിന് കറക്റ്റായിട്ട് തോന്നിയില്ല, എല്ലാം ശരിയാണ്. പക്ഷേ ഈ ജഡ്ജസ് എന്ന് പറയുന്ന ആളുകളുണ്ടല്ലോ, അവർ കഴിഞ്ഞ അവരുടെ ഒരു ടെമ്പറമെന്റ് വെച്ചിട്ടല്ലേ ഈ പുറത്താക്കപ്പെടുന്ന പറ്റും? അതോ ഈ ബിഗ് ബോസിന് എങ്ങനെയുള്ള ആളുകളൊക്കെയാണ് ഇവിടുന്ന് പുറത്താക്കേണ്ടത് എന്ന രീതിയിൽ വല്ല രേഖയും ഉണ്ടോ കയ്യിൽ? ഉണ്ടാവുമോ? നിങ്ങളിന്ന് ആലോചിച്ച് നോക്കി. ഇതുവരെ പുറത്താക്കപ്പെട്ട പല ആൾക്കാരും ഇന്നാവേണ്ടവരല്ലേ എന്ന് നിങ്ങൾക്കും തോന്നിയിട്ടില്ലേ?